നാളെ ഹർത്താലാണല്ലോ. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാം? ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ നോക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യും. എന്തിനാ? നാളെ ഹർത്താലാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകണോ വേണ്ടിയോ തീരുമാനിക്കണം, സാധനങ്ങൾ മേടിച്ചു വെക്കണം, കുട്ടികൾക്ക് കോളേജുണ്ടോ സ്കൂളുണ്ടോ നോക്കണം, അതേപോലെ തന്നെ ബസ്സുകൾ ഓടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ വരുമ്പോൾ ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് കൺഫർമേഷൻ. ഇൻവെസ്റ്റോളജിയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺഫർമേഷൻ ബയസ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ സാധാരണ കൺഫേം ചെയ്യും. അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ. അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ വരുന്നതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ സമാധാനിപ്പിക്കും. ആസ് ലൈക്ക് ഹർത്താലില് നാളെ ഹർത്താലാണെന്നും നാളെ ഓഫീസിൽ പോകണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ എടുത്ത് നമ്മൾ മനസ്സിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, ആ മനസ്സിനൊരു സമാധാനം തരുന്ന രീതിയിൽ നമ്മുടെ ഡിസിഷനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് നമ്മുടെ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കൺഫർമേഷൻ ബയാസിന് ഒരു വില്ലനായിട്ട് വേറൊരു കാര്യം വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.